ആലപ്പുഴ നൂറനാട് അച്ഛനും രണ്ടാനമ്മയും ക്രൂരമായി മർദ്ദിച്ച 4ാം ക്ലാസ്സുകാരിയെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു. വിഷയത്തിൽ സർക്കാർ ഗൗരവമായി ഇടപെടൽ നടത്തുമെന്നും കുട്ടിക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ പുതിയ കർമ്മ പദ്ധതിയായ സുരക്ഷാ മിത്ര നടപ്പിലാക്കുമെന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കി. വിവരങ്ങളുമായി വിജിത ചെയ്യുന്നുണ്ട്. വിജിത, വിദ്യാഭ്യാസ മന്ത്രി കുട്ടിയെ കാണുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി കണ്ടിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത്? കൂടുതൽ വിശദാംശങ്ങൾ. അതിര സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി കുട്ടിയെ സന്ദർശിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ഡയറക്ടറും MLAയ്ക്കും ഒപ്പമാണ് വി ശിവൻകുട്ടി കുട്ടിയെ സന്ദർശിച്ചത്. കൃത്യമായി സർക്കാർ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഇത്തരം കേസുകൾ ഓരോ തവണ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും കൃത്യമായുള്ള ഇടപെടലുകൾ സർക്കാർ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ 4ാം ക്ലാസ്സുകാരിയുടെ കാര്യത്തിലും എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തും. അതോടൊപ്പം തന്നെ ശക്തമായ ഇടപെടൽ, ഈ ഒരു വിഷയത്തിലും ശക്തമായ ഇടപെടൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അതോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇത്തരം കുട്ടികളുടെ ഈ രണ്ടാനമ്മ, രണ്ടാനച്ഛൻ അങ്ങനെയൊക്കെയുള്ള കുട്ടികളുടെ വിവരങ്ങളെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ശേഖരിച്ച് അവർക്ക് പ്രത്യേക സംരക്ഷണം ഉറപ്പുവരുത്തും. അതായത് ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിൽ പോലും പ്രത്യേക ശ്രദ്ധ ഉറപ്പുവരുത്തും. അതോടൊപ്പം തന്നെ ഇത്തരം കുട്ടികളുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വാർഡ് കൗൺസിലുകളിലുമെല്ലാം തന്നെ ഇത്തരം കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധ ഉറപ്പുവരുത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നത് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം കുട്ടികളുടെ എല്ലാം സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി പുതിയ ഒരു കർമ്മ പദ്ധതി വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നടപ്പാക്കുന്നുണ്ട് എന്ന ഒരു കാര്യം തന്നെയാണ്. സുരക്ഷാ മിത്ര എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. ഈ ഒരു പദ്ധതിയിലൂടെ കുട്ടിയുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാനും അതോടൊപ്പം ഇത്തരം പ്രശ്നങ്ങളെല്ലാം കണ്ടെത്തി വേണ്ട നടപടികളെല്ലാം എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സുരക്ഷാ മിത്ര എന്ന് പറയുന്ന പദ്ധതിയിലൂടെ നടപ്പാക്കും, വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നടപ്പാക്കും എന്നുള്ളൊരു കാര്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഈ വനിതാ ശിശു വികസനം, ആരോഗ്യം, അതുപോലെ തന്നെ സാമൂഹ്യനീതി, തദ്ദേശ സ്വയംഭരണം, പോലീസ് തുടങ്ങിയ വകുപ്പുകളുടെയൊക്കെ ഒരു സഹകരണത്തോടെ കൂട്ടായ്മയിലൂടെയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ അധ്യാപകരുടെ മുറിയിൽ മന്ത്രി വി ശിവൻകുട്ടി പ്രധാനമായും പറഞ്ഞ മറ്റൊരു കാര്യമാണ് അധ്യാപകരുടെ മുറിയിൽ ഒരു ഹെൽപ്പ് ബോക്സ് വെക്കുക. അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ അല്ലെങ്കിൽ വിഷമങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അധ്യാപകരുമായി എഴുതി അറിയിക്കണമെങ്കിൽ ഇത്തരം ഒരു ഹെൽപ്പ് ബോക്സ് വെക്കുക. അതിൽ പേരൊന്നും മെൻഷൻ ചെയ്യാതെ, പേരൊന്നും പറയാതെ തന്നെ കുട്ടികൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ അധ്യാപകരെ അറിയിക്കാൻ സാധിക്കും. ആഴ്ചയിൽ ഒരു ദിവസം പ്രധാന അധ്യാപികയുടെ നേതൃത്വത്തിലോ ഈ ഒരു ബോക്സ് തുറന്ന് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് വായിച്ച് മനസ്സിലാക്കി അതിനുവേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ അധ്യാപകർ തന്നെ നടപ്പിലാക്കുക. ഇത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉടനടി, പോലീസിനെ ആണെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ആണെങ്കിലും ഉടനടി ഈ വിവരമെല്ലാം അറിയിക്കുക. മറച്ചു വെക്കുന്നവർക്കെതിരെയും ഇത്തരം ഒരു കാര്യം സ്കൂളിൽ ഒരു കുട്ടി വന്ന് പറഞ്ഞു, അത് മറച്ചു വെക്കുന്ന ഒരു രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ നടപടി തന്നെ എടുക്കുമെന്നുള്ള ഒരു കാര്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഒരു കുട്ടി പറയുമ്പോൾ അതിനുവേണ്ട നടപടി ആ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു അടുത്ത ദിവസങ്ങളിലായി തന്നെ സ്കൂൾ കൗൺസിലേഴ്സിൻ്റെ ഓരോ സ്കൂളിലും ഈ വിദ്യാർത്ഥികൾക്ക് കൗൺസിലർമാരുണ്ടായിരിക്കും, സ്റ്റുഡൻറ് കൗൺസിലർമാരുണ്ടായിരിക്കും. അവരുടെ ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ അവർക്ക് വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളുമെല്ലാം പറയുന്നതായിരിക്കും. ഈ വിദ്യാഭ്യാസ ഡയറക്ടർ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ് ഈ ഒരു യോഗത്തിൽ, കൗൺസിലർമാരുടെ ഒരു യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുന്നു. അപ്പോൾ ആ ഒരു യോഗത്തിൽ കൃത്യമായി എങ്ങനെയാണ് കുട്ടികൾക്ക് വേണ്ട ചെയ്തു കൊടുക്കേണ്ട, ഈ കൗൺസിലർമാർ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ കൗൺസിലർമാർക്കുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാമാണ് ആ ഒരു യോഗത്തിൽ പറയുക. ആ ഒരു യോഗത്തിന് ശേഷവും ഈ ഒരു കുട്ടികൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തുക. ഇനി ഇത്തരത്തിലൊരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പോലും അതിന് കൃത്യമായ ഒരു നടപടി എടുക്കാൻ പാകത്തിനുള്ള ആ ഒരു സ്കൂളിൽ നിന്ന് തന്നെ ആ നടപടി എടുക്കാനുള്ള ഒരു തീരുമാനം സ്കൂളിൽ തന്നെ ഉണ്ടാവണം. മറച്ചു വെക്കുന്ന ഒരു രീതി ഉണ്ടാവരുത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പു നൽകിക്കൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചത്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ടായി, ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായി, നമ്മളത് ഗൗനിച്ചില്ലെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോകും. പക്ഷേ
അതിനെ ഗൗനിച്ച് അതിനെ എടുക്കേണ്ട രീതിയിൽ എടുത്ത കൃത്യമായ നടപടി എടുക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിൽ കുറഞ്ഞു വരിക. അപ്പോൾ അതിന് കൃത്യമായ നടപടി എടുക്കുക, വേണ്ട കാര്യങ്ങൾ അപ്പോൾ ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി പറയുകയുണ്ടായി. എന്തായാലും ഈ 4ാം ക്ലാസ്സുകാരിക്ക് വേണ്ട എല്ലാ സംരക്ഷണവും നടപ്പിലാക്കുമെന്ന് തന്നെയാണ് പ്രധാനമായും വിദ്യാഭ്യാസ മന്ത്രി എടുത്തു പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം. എന്തായാലും ഇപ്പോൾ അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ഇന്നലെയാണ് ഈ കുട്ടിയുടെ അച്ഛനെയും രണ്ടാനമ്മയെയും പോലീസ് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ കേസ് അപ്പുറത്ത് നടക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തും എന്നുള്ള ഒരു കാര്യം കൂടി അറിയിച്ചിരിക്കുന്നു. ആതിര. ശരി വിജിത. ആലപ്പുഴ നൂറനാട് അച്ഛനും രണ്ടാനമ്മയും ക്രൂരമായി മർദ്ദിച്ച 4ാം ക്ലാസ്സുകാരിയെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു. വിഷയത്തിൽ സർക്കാർ ഗൗരവമായ ഇടപെടൽ നടത്തുമെന്നും കുട്ടിക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ പുതിയ കർമ്മ പദ്ധതിയായ സുരക്ഷാ മിത്ര നടപ്പിലാക്കുമെന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കി.